ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിന് ഉള്ളിലാണ് കേട്ടോ. കാടിനകത്ത് ടൈഗർ റിസർവിനുള്ളിലുള്ളൊരു സ്റ്റേയും കൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് ഇവിടുന്ന് ലീച്ച് സോക്സ് ഒക്കെ കെട്ടി മെല്ലെ നമ്മുടെ വണ്ടി ഇവിടെ തന്നെ പാർക്കും ചെയ്തിട്ട് നടന്നു തുടങ്ങി. അധികം ദൂരം നടക്കാനില്ല, കുറച്ച് നടക്കാനുള്ളൂ. ഇത് ഇങ്ങോട്ടാണ് നമുക്ക് നടക്കാനുള്ളത്. നമ്മളിന്ന് കാട്ടിൽ കയറിയപ്പോഴേ നമുക്ക് കിട്ടിയത് ഒരു പക്ഷിയാണ്. ഉണ്ടോ, ആ മരത്തിൻ്റെ മുകളിലാണ് വൈറ്റ് ബെല്ലീഡ് വുഡ് പക്കർ അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്ലാക്ക് വുഡ് പക്കർ എന്നറിയപ്പെടുന്ന കാക്കമരം കൊത്തി. കണ്ടില്ലേ, അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് വെള്ള കളറുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബോഡിയിൽ ഫുള്ള് ബ്ലാക്ക് കളറുള്ളതുകൊണ്ടാണ് കേട്ടോ ആ പേര് വന്നേക്കുന്നത്. അപ്പം മലയാളത്തിൽ കാക്കമരം കൊത്തി എന്ന് പറയാൻ കാരണം കാക്കയെ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. തലയിലെ ചുവപ്പ് കളർ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, നല്ല വലിപ്പവും. ഇതിനെ ഇങ്ങനെ അത്ര റെയറൊന്നും അല്ല എങ്കിൽ പോലും ഇതുപോലെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ നിന്ന് കിട്ടാറ് വളരെ കുറവാട്ടോ. നമ്മളൊരു 3 മണി സമയത്തൊക്കെയാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുമല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിനകത്തൂടെ. ശരിക്കും ഒരുപാട് ദൂരം നടക്കാനില്ല ഈ ജംഗ്ലിയൻ സ്റ്റേയിലേക്ക്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് നടന്ന് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ജംഗ്ലിയൻ. നമുക്കൊരു 2 കിലോമീറ്ററിൽ താഴെയൊക്കെ നടക്കാനുണ്ടാവുള്ളൂ, ഒരു 1.25 മണിക്കൂർ മാക്സിമം. ഈ കുറ്റിക്കാട്ടിൽ നിൽക്കുന്നത് കാട്ടുപോത്തിൻ്റെ കൂട്ടം കേട്ടോ. കുറേ എണ്ണം ഉണ്ട്. നമ്മളെ കണ്ടിട്ടില്ല, നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ 100 വിട്ടു പോകും കേട്ടോ. ഇത് ജസ്റ്റ് നമ്മുടെ അനക്കം അവർ ശ്രദ്ധിച്ചു, അന്നേരം സ്ഥലം വിട്ടത് കണ്ടോ. വെയിൽ താഴുന്നുള്ളൂ. നമ്മൾ നടന്ന് വിശാലമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ വയലിലെത്തി. വയലിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വയലിൽ കുറേ മ്ലാവുകൾ നിൽപ്പുണ്ടേ. നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഓടിപ്പോയില്ലെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നെൻ്റെ കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ട് നാരായണ കേട്ടോ. ഒരു വളരെ വിശാലമായിട്ടുള്ള വയലാണ്. ഇതിൻ്റെ അങ്ങേയറ്റത്തല്ല, ഇതിൻ്റെ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. ഇതുണ്ട് ഒരു കൂട്ടം മൈനുകൾ മരത്തേലിരിക്കുന്നത്. ഇത് നല്ല സൗണ്ടിൽ എന്നാ പറയണ്ട കരയുന്ന അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മൈനയാണ് കേട്ടോ. ഹിൽ മൈന. നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ആ കഴുത്തിന് പുറകെ കാണുന്ന മഞ്ഞ കളറാണ്. നോക്കി എത്ര വിശാലമായിട്ടുള്ളൊരു പുൽമേടാന്ന് നോക്കി. വേനൽക്കാലത്തൊക്കെ ഇതിൻ്റെ മുമ്പിൽ ആനക്കൂട്ടമൊക്കെ വന്ന് നിൽക്കാറുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. നമ്മൾ മുൻപ് കണ്ടിട്ടുമുണ്ട് കേട്ടോ. നമ്മളിവിടെ ആദ്യം വരുന്നതല്ല, ഒരു 3 വർഷം മുന്നേ ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിനി പച്ചപ്പൊക്കെ ഉള്ളപ്പം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എനിക്ക് എന്നാ രസമായിട്ടെന്ന് നോക്കി, ഫുള്ള് നല്ല ഗ്രീനറിയാണ്. ഈ ഫ്രണ്ടിൽ കാണാമെന്ന് എനിക്കറിയത്തില്ല. അത് ഈ കാണുന്നതാണ് നമ്മുടെ ബിൽഡിങ്. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. കാര്യം അധികം ദൂരമില്ലെങ്കിലും വെയിലായതുകൊണ്ടും ഒരു ലോഡ് ലഗേജ് ഉള്ളതുകൊണ്ടും ക്യാമറയും ട്രൈപ്പോഡും ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ടേ ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് വേർത്തു. കുറച്ച് ദിവസം കൂടിയാണ് ട്രക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. കൊടും കാടിന് നടുക്ക് ടൈഗർ റിസർവിന് നടുക്കുള്ളൊരു അടിപൊളി സ്റ്റേ ആട്ടോ ഇത്. ഇവിടെ കിടുക്കൻ ആംബിയൻസാണിത്. നമുക്ക് എൻ്റെ ബാൽക്കണി ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടിലൊരു നല്ല തെളിഞ്ഞൊരു കണ്ടമാണ്, ഒരു വയൽ. അവിടെ ആനിമൽസൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഫോറസ്റ്റിന് ചേർന്ന രീതിയിൽ ഒരുപാട് വലിയ കൺസ്ട്രക്ഷനൊന്നുമല്ല, മിനിമലായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തുണ്ടാക്കിയേക്കുന്ന ഒരു അടിപൊളി സ്റ്റേ ആട്ടോ ഇത്. ടൈഗർ റിസർവിനകത്ത് ഇന്ന് രാത്രി നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്.
ജംഗിൾ ഇൻ. ട്രെഞ്ചൊക്കെ ചുറ്റും കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ, ഇത്ര വിശാലമായിട്ടുള്ള സ്ഥലം. ഏരിയയിലൊക്കെ എന്ത് വന്നാലും നമുക്ക് കാണാൻ പറ്റുമേ. ഇത്രയും വിശാലമായിട്ടുള്ളൊരു ഏരിയയാണിത്. ഇത് വന്നപ്പോഴേ നമുക്ക് ചായയൊക്കെ റെഡി ആയിട്ടുണ്ടേ. ചായയും ബിസ്ക്കറ്റും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ചായ കുടിച്ചേക്കാം. വെയിൽ താന്ന് വരുന്നതേ ഉള്ളൂ. വെയിൽ താഴുമ്പോഴത്തേക്കും ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചായ കൊള്ളാവോ? അടിപൊളി ചായ. നമ്മുടെ റൂമിൻ്റെ അകമൊക്കെ ഒന്ന് കാണാവേ. ചെറിയൊരു കൊച്ചു റൂം, 2 ബെഡ്, 2 പേർക്കാണ് ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അതെ, നല്ല നീറ്റാണ്. നമ്മൾ 2-3 വർഷം മുന്നേ വന്നില്ലേ, അങ്ങനെ തന്നെയുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം 2 ബെഡാണുള്ളത്. മേളിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ്, പിന്നെ ബാത്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. അങ്ങനെ കുഴപ്പമില്ല, നല്ല നീറ്റാണ് സംഭവം. അതെ, അതൊക്കെയാണ് നമ്മുടെ റൂമിന്. ഇതാണ് സൗകര്യങ്ങളുള്ളത് കേട്ടോ. പവർ പ്ലഗ് ഉണ്ട് കേട്ടോ. ഇത് നമ്മളങ്ങനെ മെല്ലെ ഇതിലൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണേ. നമ്മളിത് നടന്ന് തുടങ്ങിയതേ ഉള്ളേ. നമ്മുടെ ആ വയലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയുള്ള ആ ഒരു മരത്തേലാണ് കേട്ടോ കോഴി വേഴാമ്പിലിരിക്കുന്നുണ്ടോ. എന്നാ പാവമായിട്ടായിരിക്കുന്നതെന്ന് നോക്കി. നല്ല രസമാണ് കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. എന്ന സ്ഥലമാണ്. ഒരു കൂട്ടം മ്ലാവുകൾ നിൽപ്പുണ്ടേ. അതിൽ 2-3 നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടോ, ആരാ ഇവന്മാരെന്നുള്ള രീതിയിൽ. ഓ, എന്നാ രസമെന്ന് നോക്കി. വെൽവെറ്റ് ആൻഡ്ലറുമായിട്ട് 2 ആൺ മ്ലാവുകൾ. ഓ, ഭയങ്കര രസമാണ് കേട്ടോ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ആ നിൽക്കുന്ന സ്ഥലവും ഫ്രെയിമും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. മ്ലാവുകളെ സാധാരണ ഇഷ്ടം പോലെ കാണുന്നതാണ്, എന്നാലും ഇതുപോലെ നല്ല സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോഴത്തേക്കും പ്രത്യേക ഒരു രസം കേട്ടോ. നമ്മൾ മാനുകളെ കാണുന്നത് പോലെ തന്നെ ഈ മ്ലാവുകളെ കാണുന്നതും എത്ര കണ്ടാലും എന്നാ പറയണ്ടേ, മടുക്കത്തില്ലാത്തൊരു കാഴ്ചയാണ് മ്ലാവുകൾ. പെരിയാറിൽ പിന്നെ പുള്ളിമാനുകളെ കാണാനില്ല എന്ന് അറിയാമല്ലോ. ഇവിടെ അതില്ല കേട്ടോ. ഇവിടെ കൂടുതലായിട്ടുള്ളത് ഈ സാമ്പാർ ഡിയർ അഥവാ ഈ മ്ലാവ്, പിന്നെ അതുപോലെ ബാർക്കിംഗ് ഡിയർ അഥവാ കേഴ, പിന്നെ നമ്മുടെ കൂരമാൻ, അതായത് മൗസ് ഡിയർ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ മൗസ് ഡിയറും അല്ലെങ്കിൽ ബാർക്കിംഗ് ഡിയറൊക്കെ വളരെ റെയറായിട്ടേ കാണാറുള്ളത്. ഇഷ്ടംപോലെ ഉണ്ട്, എന്നാലും കാണാൻ കിട്ടാറില്ല. ഒരു ചെറിയ അരുവി പോകുന്നുണ്ടോ. മുന്നേ ലേക്കിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ ഉണ്ട്. മഴ മാറി നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണങ്ങിയെങ്കിലും ചെറിയ ചെളിയൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. കിട്ടില്ല സ്ഥലമാണ്, അറിയാലോ പെരിയാറിൻ്റെ ഭംഗി. കണ്ടിട്ട് പേടി തോന്നുന്നുണ്ടോ? എനിക്ക് ആനയുടെ തലയോട്ടിയാണേ. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തലയോട്ടി പോലില്ലേ. എന്നാ വലുതാണെന്നറിയോ? അതുകൊണ്ടോ വലിപ്പ വ്യത്യാസം കണ്ടോ? നല്ല ഭീകര സാധനമേ. നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. ആനയ്ക്ക് എത്ര പല്ലുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോ, ഇതാണ് മൊത്തം ആനയുടെ പല്ലുകൾ. ഇത് എണ്ണമൊന്നുമല്ല. ഇത് റൈറ്റ് സൈഡിൽ ജോയിൽ താഴെ വരണം, ലെഫ്റ്റ് സൈഡിൽ താഴെ വേറെ വരണം. ഒരു സിംഗിൾ പല്ല് പോലെയാട്ടോ കാണുന്നത്. അത് പിന്നെ അപ്പർ ജോ ഇത് മുകളിൽ കിടക്കുന്നുണ്ടോ, അതും ഇതേപോലെ തന്നെ ഒരൊറ്റ പീസാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലായിട്ട് താഴെയും മുകളിലും മൊത്തം 4 അണപ്പല്ല്. അങ്ങനെ വേണം പറയാൻ.
എനിക്ക് അങ്ങ് അവിടുത്തെ എൻഡിൽ രണ്ടും മ്ലാവുകൾ നിൽക്കുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ സഫാരി പോകുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്രക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ട്രക്കിങ്ങിൽ നമുക്ക് ഒരുപാട് സൈറ്റിങ്സ് ഒന്നും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്ത് കിട്ടിയാലും അത് ബോണസ് എന്നുള്ള രീതിയിലാണ് ട്രക്കിങ്ങിന് പോകേണ്ടത് കേട്ടോ. പ്രത്യേകിച്ച് കാട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ട്രക്കിങ്ങിലെ ഒരു പ്രധാന സംഭവം. അപ്പോൾ അത് മഴക്കാലത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീല് കിട്ടും. പക്ഷേ അട്ടയുണ്ടാവും, അതുപോലെ ചെളി ഉണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മഴക്കാലത്ത് ഉണ്ടാവും. എന്നാലും അതൊക്കെ സഹിച്ച് മഴക്കാലത്ത് പോവുകയാണെങ്കിൽ കാട് തരുന്ന ഒരു ഭംഗി ഭയങ്കര രസമാട്ടോ. ഇതുപോലെ വെള്ളച്ചാലുകളൊക്കെ നല്ല ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ നല്ല പച്ചപ്പും, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അട്ടയും ഒക്കെ ആയിട്ട് ആ കാടിൻ്റെ ഒരു റിയൽ ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ പോകണം കേട്ടോ. അതുപോലെ അനിമൽസിനെയൊക്കെ വേനൽക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ ട്രക്കിങ്ങിന് അനിമൽസിനെ കാണാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ കരിഞ്ഞുണങ്ങി കിടക്കുന്ന കാട്ടിലായിരിക്കും നമ്മളതേ കാണുമെന്നുള്ളതാണ് ഒരു വ്യത്യാസം. നമ്മളങ്ങനെ ഒരു ചെറിയ ഫോറസ്റ്റ് വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയേ. എട്ടം പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ എത്തി. എനിക്ക് സന്ധ്യ വാങ്ങിയപ്പോഴത്തേക്കും എന്തൊരു ചീവിടിൻ്റെ സൗണ്ടാണെന്ന് എനിക്ക് രക്ഷയില്ല. ക്രിക്കറ്റ് ഓക്കെ. നല്ല പുറകിലേക്കൊക്കെ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ഫെൻസിങ്ങും അതുപോലെ ട്രെഞ്ചൊക്കെ ഉണ്ട്. ചുറ്റും ട്രെഞ്ചും അതുപോലെ ഫെൻസിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സേഫാണ് യാത്രയായാലും. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുട്ടായി. ഇതുണ്ടോ അവിടെ മ്ലാവുകൾ നിൽക്കുന്നുണ്ടോ, അങ്ങേറ്റത്ത് രണ്ടും നിൽക്കുന്നുണ്ട്. നല്ല ഇങ്ങോട്ട് വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. കാടിൻ്റെ നല്ല ആംബിയൻസ് ആയി. കാരണം അവിടുന്ന് മൂങ്ങയുടെ സൗണ്ടും വീടും അതുപോലെ തവളയൊക്കെ ആയിട്ട് അവിടെ എല്ലാം കണ്ണ് തിളകുന്നുണ്ടോ, കണ്ടോ. എല്ലാം മ്ലാവാണ്. വലിയൊരു കൂട്ടം വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ദൂരത്തിലാണ്. നമുക്ക് ഇതാ കേട്ടോ കാടിൻ്റെ ഒരു ആംബിയൻസ്. സൂക്ഷിച്ച് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടോ മിന്നാമിനുങ്ങൾ പറക്കുന്നതൊക്കെ കാണാം. ഇതുണ്ടോ ഈ ഇടയ്ക്ക് ലൈറ്റ് മിന്നുന്നതൊക്കെ ഇഷ്ടം പോലെ മിന്നാമിനുങ്ങളുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും പുറത്ത് കാണുന്ന കാഴ്ചയാണ്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടം വീണിട്ടുണ്ട്. രാത്രിയിൽ നമ്മളിവിടെയൊക്കെ ലൈറ്റൊക്കെ അടിച്ച് നോക്കിയായിരുന്നു. വലിയ കൂട്ടം മ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും ഇപ്പോൾ ഉണ്ടാവും വരുന്ന മരത്തിലുണ്ടോ? സൗണ്ടും ഉണ്ട്. രാവിലെ കണ്ടോ 2 പന്നിക്കുട്ടന്മാർ. ഇന്നലെ വന്നപ്പോൾ മുതൽ അമ്മമാരവിടെ ഉണ്ട് കേട്ടോ. ഈ കണ്ടത്തിൽ നിന്ന് മഴക്കാലമല്ലേ, വെള്ളം ഇറങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല നനവുള്ളതുകൊണ്ട് ചെളി ഒക്കെ കുത്തിയിട്ട് പുഴുക്കളെയും പ്രാണികളെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഓരോ കാപ്പിയൊക്കെ കുടിച്ച് മെല്ലെ ചെറിയൊരു ട്രക്കിങ്ങിന് ഇറങ്ങുവാണേ. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ട്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത്. നമ്മൾ അങ്ങനെ രാവിലത്തെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. എന്നെ സ്ഥലം നോക്കി ഫുള്ള് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ പച്ചപ്പൊക്കെ കാണണമെങ്കിൽ മഴക്കാലം പിടിക്കുക. അതല്ല കുറച്ച് ആനിമൽസിനെയൊക്കെ കാണണമെങ്കിൽ വേനൽക്കാലത്ത് വന്നു വിചാരിച്ച് ആനിമൽസിനെ കാണണമെന്നില്ല. മഴക്കാലത്ത് ഇത് കിട്ടാതെയും ഇല്ല. പക്ഷേ കൂടുതൽ സാധ്യത വേനൽക്കാലത്താണ്. പക്ഷേ അന്നേരം ഇത്രയും പച്ചപ്പൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഉണങ്ങിക്കിടക്കുമായിരിക്കും. അതുകൊണ്ട് മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം നല്ല വീഴുന്നുണ്ടോ. വെയിൽ വീണ് വരുന്നതേ ഉള്ളൂ. ഒരു 7-7:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. വെയിൽ ശക്തിയാകുന്നതിന് മുന്നേ നമുക്ക് പോയിട്ട് വരാം. അപ്പം ഇതാണ് നമ്മുടെ ജംഗിൾ ഇൻ ഫോറസ്റ്റ് സ്റ്റേ. ഇതിൻ്റെ ചാർജ് വരുന്നതേ 5000 രൂപയാണ്. അപ്പം ബുക്കിംഗ് ചാർജ് എല്ലാം കൂടി ചേർത്ത് ഓൾമോസ്റ്റ് 5200 ആകും. ബുക്കിങ്ങും എൻട്രി ടിക്കറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കുമേ. അപ്പം അങ്ങനെ 5000 രൂപയ്ക്ക് 2 പേർക്ക് ഇവിടെ താമസിക്കാം. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഡിന്നറും ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ സൗകര്യം എന്ന് വെച്ചാൽ ഒരു ട്രക്കിംഗ്. അങ്ങനെ 2 പേർക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ചാർജ് വരുന്നത്. പെരിയാറിലെ തന്നെ ടൈഗർ റിസർവിലെ ഏറ്റവും
അവരുടെ റേറ്റ് കുറഞ്ഞ ഒരു ഫോറസ്റ്റ് സ്റ്റേ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നമ്മുടെ ജംഗിൾ ക്യാമ്പിനെക്കാട്ടിലും റേറ്റ് കുറവാണ് ആക്ച്വലി ഇതിന്. പിന്നെ ഇവിടെ സൈറ്റിങ്സ് ബാക്കിയുള്ള സ്റ്റേകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ് പൊതുവെ. വേനൽക്കാലത്താണെങ്കിൽ കുറച്ച് സൈറ്റിംഗ് സാധ്യത പിന്നെയും കൂടുതലുമുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അധികം നടക്കാതെ ഏറ്റവും അടുത്ത് എന്നാൽ കാടിനകത്ത് നല്ല ആംബിയൻസിലിരിക്കുന്ന ഒരു സ്റ്റേ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഭംഗി. ഇത്രയും ഓപ്പൺ ഏരിയ ആണ്. പക്ഷേ ഇതിനകത്തിപ്പം നടുക്ക് ഒരു കൂട്ടം ആനയോ അല്ലെങ്കിൽ മെല്ലെ അതിലൊരു കടുവയൊക്കെ നടന്നു വന്നാൽ എന്താ കുഴപ്പമല്ലേ? രക്ഷയില്ലാത്ത ഒരു ഫ്രെയിമോ കാഴ്ചയൊക്കെ ആയിരുന്നിരിക്കും ഇവിടുന്ന് ആനിമൽസിനെ കിട്ടുകയാണ്. ഇവിടെ ആനിമൽസ് കാണാറുള്ള സ്ഥലം കേട്ടോ. നമ്മളിവിടെ പോത്തുകൾ നിൽക്കുന്നുണ്ടോ ഒന്ന് തപ്പി വന്നതാണ്. പോത്ത് എന്ന് പറയുമ്പം കാട്ടുപോത്ത് കേട്ടോ. എന്തുമാത്രം വിശാലമായിട്ടുള്ള ഏരിയ എന്ന് ഞാൻ കാണിച്ചു തരാവേ. അതുപോലെ എന്നാ ഭംഗിയുള്ളൊരു സ്ഥലം കൂടെയാണെന്ന് നോക്കി. ഇങ്ങനെ കിടക്കും, അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരത്തിൽ ഇത് കിടക്കുക കേട്ടോ, നമുക്ക് കാണത്തില്ലാത്ത രീതിയിൽ. അതുപോലെ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഇപ്പുറ സൈഡും അതെ. നമ്മൾ കബനിയിലൊക്കെ സഫാരിയൊക്കെ പോകുമ്പോഴുണ്ടോ ഈ കാണുന്ന പോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ ഫുള്ള് കാണാറ്. കാരണം ഇത്രയും വിസിബിലിറ്റി ഉണ്ടല്ലോ. നമ്മുടെ പെരിയാറിനകത്തും അതുപോലത്തെ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതുണ്ടോ, ഇതാണല്ലേ ഇത് മലബാർ ട്രോഗൺ അല്ലെങ്കിൽ തീക്കാക്ക എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഇതിൻ്റെ മെയിലിൽ നല്ല തീ കളറാണ്, നല്ല കടും റെഡ്, അതുകൊണ്ടാണ് തീക്കാക്ക എന്നറിയപ്പെടുന്നത്. ഇത് ഫീമെയിലാണ്, ഇതിന് ഈ കളറൊക്കെ ഉണ്ടാവാറുള്ളത്. നമ്മളങ്ങനെ ഒരു ചെറിയ വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണേ. ഓക്കെ, കാട്ടിനകത്തൂടെ ഈ മരത്തണലിൽ കൂടെ ഇങ്ങനെ നടക്കാൻ രസമെന്ന് നോക്കി. ചുറ്റും ഇഷ്ടംപോലെ ബേർഡ്സും ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽസും ഒക്കെ ആയിട്ട്. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് ലൈറ്റായി, അതുപോലെ സ്കൈ ഒക്കെ അങ്ങോട്ട് തെളിഞ്ഞത് കണ്ടോ. ഇനി ഇവിടെ ആയതുകൊണ്ടോ ഈ കെട്ടിയിട്ടേക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, എന്തെങ്കിലും ആനിമൽസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് ട്രക്ക് ചെയ്ത് തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ചെക്ക് പോസ്റ്റിലാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങോട്ടേക്ക് പോവാണ്. ഈ ജംഗിളിൻ്റെ ബുക്കിംഗ് വരുന്നത് നമ്മുടെ ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമും പോലെ തന്നെ പെരിയാറിലെ പെരിയാർ ടൈഗർ റിസർവ്.org വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ ഇതിൻ്റെ ബുക്കിംഗ് വരുന്നത്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് സ്റ്റേ മാത്രമല്ല, ഇവിടെ ഒരുപാട് ഫോറസ്റ്റ് സ്റ്റേ ഉണ്ട്. ഇവിടുത്തെ എല്ലാ സ്റ്റേകളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചാനലിൽ കൂടി ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഒരുപാട് ഫോറസ്റ്റ് സ്റ്റേകളുടെ വീഡിയോസൊക്കെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടേക്കുക. അതുപോലെ ഫോറസ്റ്റ് സ്റ്റേകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ട്രക്കിംഗ്, അതുപോലെ എന്നാ പറയണ്ടേ ഫോറസ്റ്റ് സഫാരീസ്, അങ്ങനെ കാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.